ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ നമുക്ക് remove.bg എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഈ യെല്ലോ ബ്ലാക്കിലുള്ള ഒരു ഐക്കണോട് കൂടിയ ആ ഒരു ഓപ്ഷൻ ഇല്ലേ, അതെന്ത് ചെയ്യുക, നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഓപ്പൺ വന്നിരിക്കുന്നത്. അതല്ല നിങ്ങൾക്കാണെങ്കിൽ അതെന്തായിരിക്കും, ഇൻസ്റ്റാൾ ആയിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് പിക്ചറാണ് കൊടുക്കേണ്ടത്. ഏത് പിക്ചറാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ പിക്ചർ ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിക്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെയായിട്ട് നമ്മുടെ ഗാലറിയുടെയും ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചറിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിക്ചർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഒരു മിനിറ്റോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവായി വന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെയായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അത് സെറ്റായി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏത് തരത്തിലുള്ള പിക്ചേഴ്സ് വേണമെങ്കിലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളേഴ്സായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല വേറുള്ള ഫോട്ടോസ് നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൽ കളേഴ്സാണ് ആഡ് ചെയ്യേണ്ടതെങ്കിലോ ആ കളേഴ്സും നമുക്കിതിൽ ആഡ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന കളേഴ്സിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചായി വരുന്നത് നിങ്ങൾ തന്നെ കാണുന്നില്ലേ. ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും തന്നെ സെറ്റ് ചെയ്യുന്നില്ല. എനിക്കിതൊരു പോസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് തന്നെ നമുക്കതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ താഴെയായിട്ടൊരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലേ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ സേവ് ആയത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കളറാണ്. പക്ഷേ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോട്ടോസ് നമ്മുടെ പോസ്റ്ററിലേക്കോ മറ്റേതെങ്കിലും പ്ലേസിലേക്കോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താണ് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഈ ഫോട്ടോ മാത്രം നമുക്ക് റിമൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.